ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മാഹിയേട്ടൻ എവിടെ പോവാ? റൂമിൻ്റെ ഡോർ അടച്ചുകൊണ്ട് ആരും മാഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മില്ല് വരെ. ആരുവിൻ്റെ ചോദ്യത്തിന് തീരെ താല്പര്യമില്ലാത്തതുപോലെ മാഹി പറഞ്ഞു. എന്നാൽ ഞാനുണ്ട്, പോകുമ്പോൾ എന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണേ. ആര് ഷെൽഫിൽ നിന്ന് യൂണിഫോം സാരി എടുത്ത് ബെഡിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അതെന്തു പറ്റി? നിന്റെ ഏട്ടൻ വിളിച്ചാൽ വരുന്നില്ലേ? എന്നൊക്കെ വിശ്വാസം അവനല്ലേ. ആര് പറഞ്ഞത് കേട്ട് അവളെ കളിയാക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് മാഹി പറഞ്ഞതും ആരും മൂക്കത്ത് കെട്ടി വലിച്ച് മാഹിയെ നോക്കി. അയ്യേ, ചെകുത്താനും കുശുമ്പോ. മാഹിയുടെ പാവം കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ചെകുത്താൻ നിന്റെ തന്ത മാധവൻ. ആര് പറഞ്ഞത് കേട്ട് മഹി ദേഷ്യത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും തൻ്റെ അച്ഛനെ വിളിച്ചത് ഇഷ്ടപ്പെടാതെ ആരുവനെ തറപ്പിച്ച് നോക്കി. മഹി മുഖവും കുറിച്ച് തന്നെ നിന്നു. എന്തിപ്പം എൻ്റെ മാഹിയുടെ പ്രശ്നം? മാഹിയുടെ താടിയിൽ പിടിച്ച് ഇരുവശത്തേക്കും മാട്ടി കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ഓടി, നിനക്ക് നിന്റെ ഏട്ടനെ മതിയല്ലോ, അവനോടല്ലേ നിനക്ക് സ്നേഹം കൂടുതൽ. ആരുവിൻ്റെ കൈ തട്ടി മാറ്റി കുശുമ്പോടെ പറഞ്ഞു. ആരാ ഇതൊക്കെ എൻ്റെ മാഹിയേട്ടനോട് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ട് വേണം. എനിക്കറിയാം എനിക്ക് നിന്റെ ആ പോങ്ങനെ ഏട്ടനെയാ കൂടുതൽ ഇഷ്ടം. മഹി മുഖം വീർപ്പിച്ച് പറയുന്നത് കേട്ട് ആരും ചിരിച്ചു. പിന്നെ മഹിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി അവനോട് ചേർന്ന് നിന്നു. എന്നാലേ അങ്ങനെയൊന്നും അല്ല, എൻ്റെ മനസ്സിൽ കൂടുതൽ ഇഷ്ടം ഈ മാഹിയേട്ടനോടാ. പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങി മാഹിയുടെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ഏട്ടനോട് സ്നേഹമുണ്ട്, പക്ഷേ അതിലേറെ സ്നേഹേ എൻ്റെ ഈ ചെകുത്താനോടാ. ഇനി ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും പോയാലും അങ്ങനെ തന്നെയാകും, മനസ്സിലായോ? മഹിയുടെ നെറ്റിയിലും മൂക്കിൻ തുമ്പിലും താഴ്ത്തുമ്പിലും ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ആര് പറഞ്ഞതും മഹി യാന്ത്രികമായി തലകുലുക്കി. ആര് ചിരിയോടെ അവൻ്റെ അതിരത്തിൽ അമർത്തി ചുംബിച്ച് മാഹിയിൽ നിന്നും മടന്നു മാറാൻ ഒരുങ്ങിയതും മഹി അതിനെ സമ്മതിക്കാതെ ആര്യവിൻ്റെ ഇടുപ്പിലൂടെ പിടിമുറുക്കി അവളെ തന്നിലേക്ക് കൂടുതൽ വലിച്ചടുപ്പിച്ച് ആര്യവിൻ്റെ അതിരങ്ങൾ ലക്ഷ്യം വെച്ച് മഹി മുഖം അടുപ്പിച്ചതും ആര് വേഗം കൈകൾ കൊണ്ട് മഹിയുടെ വാ പൊത്തിപ്പിടിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ട മഹിയേട്ടാ, എനിക്ക് സമയമില്ല, ഇനി നിന്ന സ്കൂളെത്താൻ വൈകും. ഒരുവിധം മഹിയുടെ കൈകളിൽ നിന്നും പുറത്തേക്ക് കടന്ന ആര് പറഞ്ഞു. എന്നാൽ ആരുവിൻ്റെ പ്രവൃത്തിയും കൂടെ അവൾ പറഞ്ഞതും കൂടി ആയതും മഹിയുടെ മുഖം വീണ്ടും വീർത്തു. ഇഷ്ടമാണെന്നൊക്കെ വെറുതെ പറയാം. ദേഷ്യത്തിൽ വെറുതെ ബെഡിൽ പോയിരുന്നതും മാരുത് കേട്ടുവെങ്കിലും കേൾക്കാത്ത പോലെ നടിച്ച് വേഗം ഡ്രസ്സ് മാറ്റി യൂണിഫോമും സാരിയും എടുത്ത് മൂടിയും ചീകി നെറ്റിയിൽ പൊട്ടുതൊട്ട് സീമന്തരേഖയിൽ സിന്ദൂരം ഒന്നുകൂടെ ചുവപ്പിച്ച് ബാഗും ഫോണും എടുത്ത് മഹി കരികിലേക്ക് വന്നു. പോവാ മാഹിയേട്ടാ? സ്വിച്ച് ഓഫായി കിടക്കുന്ന ഫോൺ ഓണാക്കിക്കൊണ്ട് മഹിയോട് ചോദിച്ചതും മഹി ഒന്ന് തറപ്പിച്ച് മൂളി ബുള്ളറ്റിന്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നതും അടക്കി ചിരിച്ച് ആരുവിൻ്റെ പിറകെ താഴേക്ക് പോയി. അമ്മേ, ഞാൻ ഇറങ്ങാ. ഹാളിലെത്തിയതും ഇന്ദുവിനെ കാണാതെ വന്നതും ആരും അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിൽക്കും മോളെ, ഇതൂടെ കൊണ്ടുപോ. നെരിതിന്റെ തലപ്പ് കൊണ്ട് ലഞ്ച് ബോക്സ് തുടച്ച് വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇന്ദു പറഞ്ഞു. എന്തിനമ്മ ഇതൊക്കെ? പിന്നെ ഉച്ചക്ക് കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല, ബാക്കി വെക്കാതെ മുഴുവൻ കടിച്ചോളണം. ഓക്കെ സ്വീറ്റ് സിന്ധൂസ്. തങ്ങളെ നോക്കുന്ന മഹിയെ ഒന്ന് കടക്കണ്ണിട്ട് നോക്കി ഇന്ദുവിന്റെ കവളിൽ അമർത്തി ചുംബിച്ച് അവരുടെ കയ്യിൽ നിന്ന് ലഞ്ച് ബോക്സ് വാങ്ങിക്കൊണ്ട് ആര് പറഞ്ഞു. അമ്മയുടെ മായിക്കുട്ടിനെ തീരെ കുശുമ്പില്ലേ? ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോകുന്ന മഹിയെ കണ്ട് ഇന്ദുവിന്റെ കവളിൽ പിടിച്ച് വലിച്ച് അതും പറഞ്ഞ് ഇന്ദു എന്തെങ്കിലും പറയും മുമ്പായി ആര് മഹിയുടെ പുറകെ ഓടി മഹിയുടെ ബൈക്കിന്റെ പിറകിൽ കയറിയിരുന്നു. ബൈക്കിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴും മഹിയുടെ മുഖം വീർത്ത് കെട്ടി തന്നിരുന്നു. മിററിലൂടെ ആ കാഴ്ച കണ്ട് ആരുവിൽ ചിരി പിരിഞ്ഞു. അവൾ മഹിയെ ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരുന്നതും ആരുവിന്റെ മാറിടം മഹിയുടെ പുറത്തു പറഞ്ഞു. അങ്ങോട്ട് നീങ്ങിയിരിക്കടി. പതറിപ്പോയ മഹി കൈവിട്ടു പോയ ബുള്ളറ്റ് രീതിയിലാക്കി ബുള്ളറ്റ് സ്ലോ ചെയ്ത് ആരുവിനോട് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ലടാ ചേക്കുത്താനെ. മഹി പറഞ്ഞത് കേട്ട് കെറുവോട് ആര് പറഞ്ഞു. സ്കൂളെത്തുമ്പോഴും അങ്ങനെ തന്നെ ഇരുന്നു. വെളിയിലേക്കല്ലേ പോകുന്നത്? സ്കൂളിന് മുന്നിലെത്തി മഹി ബൈക്ക് നിർത്തിയതും ആരും അതിൽ നിന്നിറങ്ങി മുഖം പൊറുപ്പിച്ചിരിക്കുന്ന മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആരുവിന്റെ ചോദ്യം കേട്ട് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ മഹി ഒന്ന് മൂളി. രാത്രി കുടിച്ചിട്ട് വന്ന വീട്ടിൽ കരുത്തില്ല, പറഞ്ഞേക്കാം. മരമില് പോയിരുന്ന ദിവസം മഹി കുടിച്ച് ബോധമില്ലാതെ 4 കാലിൽ വീട്ടിലെത്തുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ടാണ് ആര് പറഞ്ഞത്. നീ പോടി,
എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. നേരത്തെ പരിഭവം ഇപ്പോൾ പറഞ്ഞത് കൂടി ആയപ്പോൾ മാഹി ഒന്നുകൂടെ മുഖം വീർപ്പിച്ച് അതും പറഞ്ഞ് ബുള്ളറ്റ് മുന്നോട്ടെടുത്തതും മാഹിയുടെ പിണക്കത്തിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് ആരും ഒന്ന് വിശ്വസിച്ച് പ്രൈമറി സെക്ഷനിലേക്ക് നടന്നു. ഹെഡ് മാസ്റ്റർ അടുത്ത് പോയി സൈൻ ചെയ്ത് ആര് സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഡെസ്കിൽ തലവെച്ച് കിടന്ന് കാർത്തികയാണ്. കാർത്തും അല്ലാതെ അവിടെ വേറെ ആരും കാണാനില്ലായിരുന്നു. ഇവൾക്ക് എന്ത് പറ്റി? എനിക്ക് കാർത്തു എന്ത് പറ്റി നിനക്ക്? ആര് കാർത്തവിനരികിലുള്ള തൻ്റെ സീറ്റിനരികിലിരുന്ന് ബാഗ് ഊരി മാറ്റി വെച്ച് കാർത്തവിനെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ആ നീ വന്നോ? ആരുവിൻ്റെ ശബ്ദം കേട്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് നേരെ ഇരുന്ന് കാത്തു ചോദിച്ചു. നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലടി, ചെറിയൊരു തലവേദന, അതുകൊണ്ട് കിടന്നതാ. ആരുവിൻ്റെ മുഖത്ത് നോക്കാതെ കാത്തു പറഞ്ഞു. കള്ളം പറയണ്ട, കാര്യം പറ നീ. അത് പിന്നെ ഇന്നലെ അയാൾ വീട്ടിൽ വന്നിരുന്നു, കുറെ വഴക്കിട്ട് പോവുകയും ചെയ്തു. ആരുവിനെ നോക്കാതെ വിഷമത്തിൽ തലതായതി കൊണ്ട് പറഞ്ഞു. അത് പുത്തിരി ഒന്നല്ലല്ലോ, പിന്നെന്ത് പറ്റി? ആര് സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അയാളുടെ അറിവിലുള്ള ഏതോ ഒരാളുമായിട്ട് എൻ്റെ സമ്മതം പോലും ഇല്ലാതെ എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കാം. വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അയാൾ പണം കൊടുക്കാനുള്ള ആർക്കും എന്നെ വിൽക്കുന്നു. അത് വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മൂമ്മ എതിർത്തു. അയാൾ പ്രായം പോലും നോക്കാതെ അമ്മൂമ്മയെ ഒത്തിരി ഉപദ്രവിച്ചു. എനിക്ക് പേടിയാവുന്നു. അമ്മൂമ്മയെ കുട്ടുവിനെ ആലോചിച്ചിട്ട, അല്ലെങ്കിൽ ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചിരുന്നു. കരഞ്ഞുകൊണ്ട് കാത്തു പറഞ്ഞത് കേട്ട് ആരും വല്ലാതെയായി. കാർത്തികയുടെ അച്ഛൻ അവളുടെ കുഞ്ഞിലെ അവളുടെ അമ്മയെയും ഉപേക്ഷിച്ച് പോയതാണ്. അതിനുശേഷം അവളും അവളുടെ അമ്മയും കാർത്തവിൻ്റെ അമ്മയുടെ വീട്ടിലാണ് താമസം. കാർത്തവിൻ്റെ മുത്തശ്ശിക്ക് അവളുടെ അമ്മ ഒറ്റ മോളാണ്. കാർത്തവിന് 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ വീണ്ടും വേറെ വിവാഹം കഴിക്കുന്നത്. അവളുടെ രണ്ടാനച്ഛൻ രാഘവൻ ലോറി ഡ്രൈവറാണ്. കുഞ്ഞായൻ്റെ കാർത്തവിനെ പോലും അയാൾ മറ്റൊരു കണ്ണിലൂടെയാണ് കണ്ടിരുന്നത്. ആഴ്ചയിൽ മാത്രമേ അയാൾ വീട്ടിലേക്ക് വന്നിരുന്നത്. അതവൾക്കൊരു ആശ്വാസമാണ്. വൈകാതെ തന്നെ കാർത്തികയ്ക്ക് ഒരു അനിയൻ കൂടി ജനിച്ചു, കൈലാശ് എന്ന കുട്ടു. രാഘവന്റെ കള്ളുകുടിയും മർദ്ദനവും സഹിക്കവയ്യാതെ കാർത്തികന്റെ അമ്മ അവൾ 10ൽ പഠിക്കുമ്പോൾ ആരുടെയും കൂടി ഇറങ്ങിപ്പോയി. അതോടെ കാർത്തികയുടെ നേരെയായിരുന്നു അയാളുടെ കണ്ണുകൾ. മുത്തശ്ശിയും കുട്ടുവും ഉള്ളത് കൊണ്ടാണ് ഇതുവരെ അവൾ ആ കഴുകന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടത്. അനിയന്റെ പഠനവും വീട്ടിലെ ചെലവും മുത്തശ്ശിയുടെ മരുന്നും ബില്ലും ഒക്കെ താങ്ങാനാകാതെയാണ് തുടർപ്പണം ഉപേക്ഷിച്ച് ഈ ജോലിക്ക് വരുവാൻ തുടങ്ങിയത്. വിങ്ങിപ്പൊട്ടി കരയുന്ന കാർത്തവനെ കണ്ട ഒരു നിമിഷം ആരും വല്ലാതെയായി. നീ ഇങ്ങനെ കരയില്ല കാർത്തു, എനിക്ക് പേടിയാവുകയാണ്. ആരും 2 ദിവസം കഴിഞ്ഞ അയാൾ അവരെല്ലാവരും കൂട്ടി വരും. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കാർത്തു പറഞ്ഞു. അയ്യേ, നീ ഇത്രയുള്ളൂ എൻ്റെ കാർത്തു. നിന്റെ സമ്മതമല്ലാതെ നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമൊന്നും അയാൾക്കില്ലേ? എന്നാലും എനിക്ക് പേടിയാ. നീ ഇങ്ങനെ പേടിക്കണ്ട. ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ഉണ്ടല്ലോ. സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ മതി. പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ശരിയാവോ? ആര് പറഞ്ഞത് കേട്ട് കരച്ചിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ശരിയാകാതെ? നിന്റെ സമ്മതമല്ലാതെ നിന്നെ കല്യാണം എന്ന പേരിൽ നിന്നെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നു. അതൊക്കെ തെറ്റല്ലേ? നിന്റെ രണ്ടാനച്ഛനും അവളുടെ ഒപ്പമുള്ളവരൊക്കെ അഴിയെണ്ണും. കാർത്തവിന്റെ കണ്ണീരൊപ്പിക്കൊണ്ട് ആര് പറഞ്ഞു. നമുക്ക് ഇന്ന് തന്നെ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാം. അയ്യോ, അവിടെ പോലീസുകാരുണ്ടാകില്ലേ? ആര് പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് കാത് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ പിന്നെ പോലീസ് അല്ലാതെ നിന്റെ മാറ്റം വന്നിരിക്കൂടി. കാർത്തു പറഞ്ഞത് കേട്ട് ആര് പല്ലും ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും കാർത്തവൾ നോക്കി പല്ലിരിച്ച് കാണിച്ചു. പണ്ടെങ്കിൽ ഒരു പോലീസ് നിന്നെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ചെന്നും കരുതി പോത്തുപോലെ വളർന്നിട്ടും ഇപ്പോഴും പോലീസിനെ പേടിച്ച് നടക്കാൻ നാണല്ലോടി നിനക്ക്. പോലീസ് നിന്നെ പിടിച്ച് മുണുങ്ങത്തൊന്നുമില്ല. ആര് കാർത്തവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും കാർത്തു ആരുവിനെ നോക്കി പുച്ഛിച്ചു. നീ വരില്ല എൻ്റെ കൂടെ? മുഖം അമർത്തി തുടച്ചുകൊണ്ട് കാർത്ത് ചോദിച്ചതും ആരും അതേ രീതിയിൽ തലയാട്ടി. താങ്ക്സ്. നീ എന്തിനാ ഇന്നലെ ലീവ് എടുത്തത്? വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ലല്ലോ. ആരുവിന്റെ സംശയത്തിൽ നോക്കിക്കൊണ്ട് കാർത്ത് ചോദിച്ചതും അവളോട് എന്തു പറയണമെന്ന് അറിയാതെ ആരും ഒന്ന് പതറി. അത് ഞാൻ മാഹിയേട്ടൻ്റെ കൂടെ മാഹിയേട്ടൻ്റെ അമ്മയോട് ഒരു പോയതായിരുന്നു. തന്നെ സംശയത്തോടെ നോക്കുന്ന കാത്തവനെ നോക്കിക്കൊണ്ട് ആര് പറഞ്ഞു. ഇതൊക്കെ എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ. ആര്യവനെ നോക്കിക്കൊണ്ട് കാത്തു പറഞ്ഞു. എന്ത് മാറ്റം? ഞാൻ പഴയതുപോലെ തന്നെയാണല്ലോ. ആര് സംശയത്തിൽ സ്വയം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്നുകൂടെ സുന്ദരിയായതുപോലെ തോന്നി. ആര്യവന്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കാത്തു പറഞ്ഞു.
ഓടി കാളിയാക്കാതെ. ആര് കാർത്തിവിന്റെ കൈകൾ കവളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു. കളിയാക്കിയതല്ല, ഒരു സത്യം പറഞ്ഞതാ, വേണേ വിശ്വസിച്ചാ മതി. അല്ല, നിന്റെ ചെകുത്താൻ എന്ത് പറയുന്നു? സുഖല്ലേ? അങ്ങേർക്ക് എന്താ സുഖത്തിന് കുറവ്? നേരെ ചൊവ്വ ജോലിക്കും പോകാതെ കൂട്ടുകാരത്ത് അടിയുണ്ടാക്കി കുടിച്ച് നടന്നാ പോരെ? എന്തേലും പറഞ്ഞ അപ്പം മുഖം വരച്ച് പിണങ്ങിപ്പോകും. മഹിയുടെ കാര്യം ആലോചിച്ച് ആരും നെടുവീർപ്പോടെ പറഞ്ഞു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇന്ത്യമ്മയോട് സംസാരിച്ചത് യാത്ര പറഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. എന്നെ ഇവിടെ ആക്കി തരുവോളം മുഖം ഒരു കോട്ടൊക്കെ ഉണ്ട്. മഹിയുടെ രാവിലത്തെ പെരുമാറ്റം ആലോചിച്ച് ആരും ചിരിയോടെ പറഞ്ഞു. പോടി, ഞാൻ ചോദിച്ചതേ നിന്റെ കെട്ടിയവനെ ചെകുത്താനെ കുറിച്ചാ. ആര് പറഞ്ഞത് വിശ്വാസാകാതെ കാത്തു ചോദിച്ചു. അങ്ങയുടെ കാര്യം തന്നെയാണ് ഇപ്പോത്തെ ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ചൈൽഡ് സ്വഭാവമുള്ള ആളാണെന്ന് നടപ്പ് കണ്ട പറയില്ലേ? ആര് പറഞ്ഞത് കേട്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് കാർത്തിക പറഞ്ഞു. എല്ലാവരുടെ അടുത്തൊന്നും ഇല്ല, എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടം ചില നേരത്ത്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ശരിയായിക്കോളും. ആ നശിച്ച് കുടി നിർത്തിയാലേ അങ്ങനെ നേരെ ആവുകയുള്ളൂ. ആര് പറഞ്ഞത് കേട്ട് കാത്തു ചിരിച്ചു. എന്തൊക്കെയായാലും പാവാണ്, പുറമെ കാണുന്ന ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. മഹിയോർത്ത് ചിരിച്ചുകൊണ്ട് ആര് പറഞ്ഞു. എന്താ നമ്മളൊരു ചിരിയൊക്കെ? ആരവന് നോക്കി ചിരിയോടെ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അപ്പോഴേക്കും ബാക്കിയുള്ള ടീച്ചേഴ്സ് വരുവാൻ തുടങ്ങിയതും ഇരുവരും പതിയെ സംസാരം മാറ്റിവിട്ടു. ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ആര് തനിക്കെതിരായി മൊഴി നൽകിയ ആളുടെ നമ്പർ സീതിയിൽ നിന്നും വാങ്ങിയ കാര്യം ഓർത്തതും ഉടനെ തന്നെ അതിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അങ്ങനെയൊരു നമ്പർ നിലവിലില്ലെന്ന് പറഞ്ഞതും ആരുവിൽ നിരാശ നിറഞ്ഞു. മനസ്സിൽ പല സംശയങ്ങളും വന്നടിഞ്ഞുവെങ്കിലും ഷാരോണിനെ സംശയിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. വൈകിട്ട് സ്കൂൾ വിട്ടതും ആരും കാർത്തും കൂടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി SI സാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കംപ്ലൈന്റ് എഴുതി കൊടുത്തു. SI സാർ വന്നാൽ ഉടനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് അവിടുന്ന് പറഞ്ഞപ്പോഴാണ് കാർത്തുവിന് സമാധാനമായത്.